Hallo zusammen, guten Tag. Ich heiße Ansu. Today we learn about dative preposition. നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അക്വസാറ്റീവ് പ്രപ്പോസിഷനെ കുറിച്ചാണ്. ഇത് ഡാറ്റീവ് പ്രപ്പോസിഷനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പ്രപ്പോസിഷൻ എഴുതുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റിന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ പൊസിഷൻ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രപ്പോസിഷൻ പ്ലേസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ആണ് ഒബ്ജക്റ്റ് വരുന്നത്. ഇങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡാറ്റീവ് പ്രപ്പോസിഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അക്വസാറ്റീവിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചത് 6 പ്രപ്പോസിഷനെ കുറിച്ചാണ്. അതുപോലെ ഡാറ്റീവ് പ്രപ്പോസിഷനിൽ 10 പ്രപ്പോസിഷനാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഔസ്, ഔസർ, ബൈ, മിറ്റ്, നാഹ്, സൈറ്റ്, ഫോൺ, സു, ഗീഗൻയൂബർ, അബ്. ഇങ്ങനെ 10 പ്രപ്പോസിഷനാണ് ഡാറ്റീവ് കേസിൽ ഉള്ളത്. അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഔസ് എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ് മീനിങ് വരുന്നത്. ഔസർ എന്ന് പറഞ്ഞാൽ ഔസറിന് 2 മീനിങ് ഉണ്ട്. അത് ബിസൈഡ്സ് എന്നും നമ്മൾ പറയും, എക്സെപ്റ്റ് എന്നും പറയും. ഈ 2 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആ 2 മീനിങ്ങിൽ ആണ് ഔസർ വരുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ ബൈ, വിത്ത്, നിയർ. ഈ 3 മീനിങ് ആണ് ബൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? ബൈ, വിത്ത്, നിയർ. ഇങ്ങനെ. മിറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത്. നാഹ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഓർ ആഫ്റ്റർ. ഈ 2 മീനിങ് നാഹിന് വരുന്നുണ്ട്. ടുവേർഡ്സ് എന്ന മീനിങ് നാഹിന് വരുന്നുണ്ട്, ആഫ്റ്റർ എന്ന മീനിങ്ങും നാഹിന് വരുന്നുണ്ട്. ഓക്കെ. സൈറ്റ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ സിൻസ് എന്നാണ് അർത്ഥം വരുന്നത്. ഫോൺ എന്ന് പറഞ്ഞാൽ ഫ്രം അല്ലെങ്കിൽ ഓഫ് എന്ന മീനിങ് ആണ് വരുന്നത്. ഫോൺ എന്ന് പറയുമ്പോൾ 2 മീനിങ് ഉണ്ട്, ഫ്രം പിന്നെ ഓഫ്. പിന്നെ സു, സു എന്ന് പറഞ്ഞാൽ ടു എന്നാണ് മീനിങ്. ഗേഗൻ ന്യൂബർ, ഗേഗൻ ന്യൂബർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ലാസ്റ്റ് വൺ പറയുന്നത് അബ്ബാണ്. അബിൻ്റെ മീനിങ് ഫ്രം എന്ന് തന്നെയാണ്. പക്ഷെ ആ അബ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് എന്നൊരു അർത്ഥം വരുമ്പോഴാണ് ആ അബ് നമ്മൾ, അതായത് ഫ്രം എന്നുള്ള ആ മീനിങ് വരുന്ന അബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഔസ്. ഔസിൻ്റെ മീനിങ് എന്താണ്? ഫ്രം. അപ്പോൾ ഫ്രം വരുന്ന ഔസിൻ്റെ ഒരു പ്രപ്പോസിഷൻ വെച്ചിട്ട് ഒരു 3 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലേറർ നിംറ്റ് ഐൻ ബുക്ക് ഔസ് ദർ ടാഷെ. എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത്? ദ ടീച്ചർ ടേക്സ് എ ബുക്ക് ഫ്രം ഹിസ് ബാഗ്. എന്താണ് അതിൻ്റെ മീനിങ്? ഒന്നുകൂടെ പറഞ്ഞ ആ എക്സാമ്പിൾ. എക്സാമ്പിൾ ലേറർ നിംറ്റ് ഐൻ ബുക്ക് ഔസ് ദർ ടാഷെ എന്നാണ് ഒരു എക്സാമ്പിൾ. അതിന് ഔസ് എന്നാണ് ഉള്ളത്, ഫ്രം ഹിസ് ബാഗ് എന്നാണ് പറയുന്നത് അല്ലേ? രണ്ടാമത്തെ എക്സാമ്പിൾ ഇഷ് കൊമ്മെ ഔസ് ദെയിം ഇറാഖ്. ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. അതെന്താണ്? ഐ എം കമ്മിങ് ഫ്രം ഇറാഖ് അല്ലേ? അതിൽ നമ്മൾ ശ്രദ്ധിച്ചോ, പ്രപ്പോസിഷൻ ഔസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അതെന്താ? ഡാറ്റീവ് കേസിലെ പ്രപ്പോസിഷൻ ആണ് ഔസ് എന്നുള്ളത്. അപ്പോൾ ഇറാഖ് എന്നതിൻ്റെ ആർട്ടിക്കിൾ എന്താ? ദർ ഇറാഖ് എന്നാണ് ആർട്ടിക്കിൾ വരുന്നത്. പക്ഷേ ഈ സെൻറ്റൻസ് ഫോം ചെയ്തപ്പോൾ ഇഷ് കൊമ്മെ ഔസ് ദെയിം ഇറാഖ് എന്നാണ്. അതെന്തുകൊണ്ടാണ് ദർ ദെം ആയത്? ഡാറ്റീവ് കേസിലെ പ്രപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് എന്താ? അത് കഴിഞ്ഞ് വന്ന ഒബ്ജക്റ്റിൻ്റെ ആർട്ടിക്കിൾ അവിടെ ചേഞ്ച് ചെയ്യും. അതായത് ദർ എന്നുള്ളത് ഡാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ ദെയിം എന്നായി മാറും. ഓക്കെ. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ? എർ കോംറ്റ് ഔസ് ഇംഗ്ലണ്ട്. അതെന്താ മീനിങ് വരുന്നത്? ഹി കംസ് ഫ്രം ഇംഗ്ലണ്ട്. എർ കോംറ്റ് ഔസ് ഇംഗ്ലണ്ട്. രണ്ടാമത്തെ പ്രപ്പോസിഷനായ ഔസറിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഔസറിന് 2 മീനിങ് ആണ് ഉള്ളത്. ബിസൈഡ്സ് എന്നും എക്സെപ്റ്റ് എന്നുമാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇതിൽ എക്സെപ്റ്റ് എന്നതിനെ കുറിച്ചാണ് എന്ന ഒരു മീനിങ് വരുന്ന എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്.
എക്സാമ്പിൾ alle sprechen Deutsch außer mir. അതെന്താ? എവ്രി വൺ സ്പീക്സ് ജർമ്മൻ എക്സെപ്റ്റ് മീ. എക്സെപ്റ്റ് എന്നുള്ളൊരു മീനിങ്, ഔസർ എക്സെപ്റ്റ് എന്നുള്ള മീനിങ് കാണിക്കുന്ന എക്സാമ്പിൾ ആണത്. alle sprechen Deutsch außer mir. എവ്രി വൺ സ്പീക്സ് ജർമ്മൻ എക്സെപ്റ്റ് മീ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രപ്പോസിഷനായ ബൈ എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ബൈയുടെ എക്സാമ്പിൾ നോക്കാം. ഇഷ് വോണി ബൈ മൈനൻ എൽട്ടൺ. ഐ ലീവ് വിത്ത് മൈ പേരൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മാർട്ടീന ആർബൈറ്റഡ് ബൈ BMW എന്ന് വെച്ചാൽ മാർട്ടീന വർക്ക്സ് നിയർ BMW. ഇതാണ് അതിൻ്റെ മീനിങ്. ഈ രണ്ട് എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ബൈ എന്നുള്ളതിന് മൂന്ന് മീനിങ് ഉണ്ട്. ബൈ, വിത്ത്, നിയർ. ഈ ബൈ വിത്ത് നിയറിനെ കുറിച്ചുള്ള ബൈസ്പീലും നോക്കി, വിത്തിനെ കുറിച്ചുള്ള ബൈസ്പീലും നമ്മൾ നോക്കി. ഓക്കെ, നാലാമത്തെ പ്രപ്പോസിഷൻ മിറ്റാണ്. മിറ്റിൻ്റെ മീനിങ് എന്താണ്? വിത്ത്. അതിൻ്റെ ബൈസ്പീൽ നോക്കാം. ഇഷ് trinke Milch mit Zucker. Ich trinke Milch mit Zucker. I drink milk with sugar എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ പ്രപ്പോസിഷനാണ് എന്ത്? നാഹ് എന്നുള്ളത്. നാഹ് മീൻസ് ആഫ്റ്റർ. അതിൻ്റെ ബൈസ്പീൽ എന്ന് പറയുന്നത് നാഹ് dem Unterricht habe ich meistens Hunger. ഈ നാഹ് എന്നുള്ള പ്രപ്പോസിഷൻ ഡാറ്റീവിൻ്റെ പ്രപ്പോസിഷൻ ആയതുകൊണ്ട് ഉണ്ടറിസ്റ്റിൻ്റെ ആർട്ടിക്കിളിന് അവിടെ ചേഞ്ച് വരികയാണ്. ദേം എന്നുള്ള ആർട്ടിക്കിളാണ് അവിടെ അന്നേരം പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആഫ്റ്റർ ക്ലാസ് ഐ എം യൂഷ്വലി ഹംഗ്രി. എങ്ങനെയാണ് ബൈസ്പീൽ? നാഹ് ദേം ഉണ്ടറിസ്റ്റ് habe ich meistens Hunger. ആറാമത്തെ പ്രപ്പോസിഷൻ, ഡാറ്റീവിൻ്റെ ആറാമത്തെ പ്രപ്പോസിഷൻ ആണ് നോക്കുന്നത്. ആറാമത്തെ പ്രപ്പോസിഷൻ സൈറ്റ്. സൈറ്റ് മീൻസ് സിൻസ്. സിൻസ് ഒരു ബൈസ്പീലാണ് നോക്കുന്നത്. ഇഷ് ലേണെ ഡോയ്ഷ് സൈറ്റ് einem Monat. എന്താണ്? ഇഷ് ലേണെ ഡോയ്ഷ് സൈറ്റ് einem Monat. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഐ ഹാവ് ലേൺ ജർമ്മൻ സിൻസ് എ മന്ത്. ഞാൻ ഒരു മാസമായി ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട്. അതാണ് അതിൻ്റെ വരുന്നത്. ഇഷ് ലേണെ ഡോയ്ഷ് സൈറ്റ് einem Monat. ഓക്കെ, ഏഴാമത്തെ പ്രപ്പോസിഷനാണ് ഫോൺ. ഫോൺ മീൻസ് എന്താണ്? ഫ്രം. ഫ്രം അല്ലെങ്കിൽ ഓഫ് എന്നാണ്. അപ്പോൾ ഫ്രം എന്ന മീനിങ് വെച്ചിട്ട് ഒരു ബൈസ്പീൽ നോക്കാം. ഇഷ് ഹാബെ ഉണ്ടറിസ്റ്റ് ഫോൺ 9 Uhr bis 13 Uhr. എന്താണ്? ഇഷ് ഹാബെ ഉണ്ടറിസ്റ്റ് ഫോൺ 9 Uhr bis 13 Uhr. I have class from 9 AM to 1 PM എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, എപ്പോൾ മുതൽ എപ്പോൾ വരെ എന്നുള്ളതിനാണ് ഫ്രം എന്നുള്ള മീനിങ്, അതായത് ഫോൺ എന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എട്ടാമത്തെ പ്രപ്പോസിഷൻ, എട്ടാമത്തെ പ്രപ്പോസിഷൻ ആണ് സു. സു മീൻസ് ടു. Heute gehe ich zum Arzt. Heute gehe ich zum Arzt. ഈ സും എങ്ങനെയാണ് അവിടെ വന്നതെന്നറിയോ? സും എന്നത് പ്രപ്പോസിഷൻ പ്ലസ് ആർസ്റ്റിൻ്റെ ആർട്ടിക്കിളും കൂടെ ചേർന്നിട്ടാണ് അവിടെ സും എന്ന് വന്നത്. ഓക്കെ, heute gehe ich zum Arzt. സു പ്ലസ് ദേം ആണ് സും ആർസ്റ്റ് വരുന്നത്. എന്താണ്? heute gehe ich zum Arzt. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടുഡേ ഐ ആം ഗോയിങ് ടു ദ ഡോക്ടർ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി 9th വൺ ഗേഗൻ യൂബർ. ഗേഗൻ യൂബർ മീൻസ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്നാണ് ഗേഗൻ യൂബറിൻ്റെ അർത്ഥം. ഓക്കെ, അതിൻ്റെ ഒരു ബൈസ്പീൽ എന്ന് പറയുന്നത് ഇഷ് വോണി ഗേഗൻ യൂബർ ദേം ബാൻഹോഫ്. എന്താണ്? ഇഷ് വോണി ഗേഗൻ യൂബർ ദേം ബാൻഹോഫ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. ഐ ലീവ് ഓപ്പോസിറ്റ് ദ ട്രെയിൻ സ്റ്റേഷൻ. ഞാൻ ട്രെയിൻ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് താമസിക്കുന്നത്. പ്രപ്പോസിഷൻ്റെ ലാസ്റ്റ്
പ്രപ്പോസിഷൻ ആണ് അബ്. അബ് എന്താ? സ്റ്റാർട്ടിങ് എന്ന് കാണിക്കുന്ന ഫ്രമ്മിനെ മീനിങ് വരുന്ന ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നോക്കാം. സി ഈസ്റ്റ് ഫൗൾ അബ് ദെയിം എർസ്റ്റൻ ടാഗ്. എന്താണ്? സി ഈസ്റ്റ് ഫൗൾ അബ് ദെയിം എർസ്റ്റൻ ടാഗ്. ഷീ ഈസ് ലേസി ഫ്രം ദ ഫസ്റ്റ് ഡേ തൊട്ടേ അവള് ലേസി ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. തുടക്കം എന്ന് കാണിക്കാൻ, സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കാനാണ് അബ് എന്ന പ്രപ്പോസിഷൻ നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഡാറ്റീവ് പ്രപ്പോസിഷൻ്റെ എന്തൊക്കെ പഠിച്ച? ഡാറ്റീവ് പ്രപ്പോസിഷൻ 10 ഡാറ്റീവ് പ്രപ്പോസിഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഔസ്, ഔസർ, ബൈ, മെറ്റ്, നാഹ്, സൈറ്റ്, ഫോൺ, സു, ഗേഗൻ യൂബർ, അബ്. ഇങ്ങനെ 10 പ്രപ്പോസിഷൻ ആണ് ഡാറ്റീവ് കേസിൽ ഉള്ളത്. നമ്മൾ പറഞ്ഞു പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രപ്പോസിഷൻ പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, താങ്ക് യു എവരി വൺ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ.